എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷൽ ടി സി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി പൊറോട്ടയുടെയും ചിക്കൻ കറിയുടെയൊക്കെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പൊറോട്ട അത് സാധാ പൊറോട്ടയല്ല, നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ സോഫ്റ്റായിട്ടുള്ള പൊറോട്ടയാണ്. അതുപോലെ എത്ര സമയം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിരിക്കും. അങ്ങനത്തെ ഒരു പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാ പൊറോട്ട ഉണ്ടാക്കുന്ന അത്ര വീശടിക്കും കുഴപ്പമൊന്നും വേണ്ട, എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഈ ഒരു ബൗളിൽ ഞാൻ ഒരു 2 കപ്പ് ചോറ് എടുക്കുന്നുണ്ട്. അതേ ബൗളിൽ തന്നെ ഞാൻ ഒരു 4 കപ്പ് മൈദ എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചോറിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ച് പേസ്റ്റാക്കി എടുക്കുക. അത് നമ്മുടെ മൈദയിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 2 ടീസ്പൂണോളം ഓയിലും ഒരു 1/2 ടീസ്പൂണോളം ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർക്കുക. ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ഇതിലേക്ക് അപ്പകാരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ചോറ് അരച്ചതും മൈദയും കൂടെ മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ ചോറായതുകൊണ്ട് തന്നെ ചോറ് മൈദ കൊണ്ട് കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കുക ചെയ്യും. നല്ലതുപോലെ ഒട്ടിപ്പിടിക്കണമെങ്കിൽ വെള്ളത്തിലൊന്ന് കയ്യിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മതിയാകും. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ച് എടുക്കണം. അപ്പോൾ ഒരുപാട് സമയം കുഴക്കേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമ്മുടെ മാവ് കുഴച്ച് സോഫ്റ്റായി കിട്ടും. നമ്മുടെ സാധാ പൊറോട്ട അത്ര ബലത്തിൽ ഒരുപാട് സമയമൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് നമ്മുടെ മാവ് കിട്ടും. പിന്നെ ഒരു 1/2 മണിക്കൂർ അതല്ലെങ്കിൽ 1 മണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമ്മൾ എവിടെയാണോ പരത്താൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഞാൻ ഇവിടെ കൗണ്ടർ ടോപ്പിലാണ് പരത്തൽ സാധാരണ. അപ്പോൾ അതുപോലെ കുറച്ച് മൈദ തൂവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഓയിലെടുത്ത് വെക്കണം. അതുപോലെ മൈദയും കൂടെ കുറച്ച് പരത്താൻ വേണ്ടി എടുത്ത് മാറ്റി വെക്കണം. ഇനി നമുക്ക് സാധാ നമ്മൾ പൊറോട്ടയൊക്കെ കട്ട് ചെയ്യുന്ന പോലെ മാവ് കത്തി ഒടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഒരേപോലത്തെ പീസാക്കി എടുക്കുകയാണ്. അപ്പോൾ ഒരു ഏകദേശം 20 ബോൾസാക്കി ഞാൻ എടുക്കാറുണ്ട്. ഇനി നമ്മൾ പൊറോട്ടയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഓരോ ബോൾസും കയ്യിൽ വെച്ചിട്ട് ഉള്ളിലേക്ക് മോൾ ഭാഗം സോഫ്റ്റ് ആക്കിയിട്ട് ഉള്ളിലേക്ക് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കില്ല, ഇതുപോലെ ആക്കിയെടുക്കുക. നമുക്ക് ഓരോ ബോൾസും ഇതുപോലെ ഒന്ന് മാറ്റിയിട്ട് ഓയിലൊന്ന് ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഓയിൽ മുകൾ ഭാഗം ഒന്ന് തേച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ. ഒന്നിലും നനഞ്ഞ് തുണി വെച്ചിട്ട് മൂടി വെക്കുക, അതല്ലെങ്കിൽ വേറൊരു പ്ലേറ്റ് കൊണ്ട് അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ചെറുതായിട്ട് എൻ്റെ മോൻ്റെ സൗണ്ട് ഇതിലുണ്ടാവും. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചേർത്തുന്നതാണ്, കാരണം കുട്ടികളുള്ള സമയത്ത് വീട്ടിലൊക്കെ എങ്ങനെയാണെങ്കിലും ചെറുതായിട്ടുള്ള സൗണ്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഇനി നമുക്ക് ഓരോ ബോൾസും എടുത്തിട്ട് കുറച്ച് മൈദ തൂവി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ പരത്തിയെടുക്കുകയാണ്. ഈ ഓരോ ബോൾസും നന്നായിട്ട് തന്നെ കനം കുറച്ച് പരത്തി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് തന്നെ പരന്ന് കിട്ടും. നമ്മുടെ ചോറ് ചേർത്താന്ന് കരുതിയിട്ട് മൈദ പൊട്ടിപ്പോവുകയോ അതല്ലെങ്കിൽ നീണ്ടു വരാതിരിക്കുകയൊന്നും ചെയ്യില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ മൈദ നന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ പരത്തുന്നത് PVC പൈപ്പ് കൊണ്ടാണ് കേട്ടോ. സാധാരണ ഞാൻ ഇങ്ങനെയാണ് പത്തിരിയൊക്കെ പരത്തിയെടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ മരത്തിൻ്റെ കുഴലാണ് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ അങ്ങനെ പരത്തിയെടുക്കുക. എനിക്കിതാണ് കേട്ടോ എളുപ്പം, അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ആരെങ്കിലും പത്തിരിയൊക്കെ പരത്തുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. PVC പൈപ്പ് കൊണ്ട്. അപ്പോൾ അതാക്കാനും കുറച്ച് നന്നായിട്ട് തന്നെ നമ്മൾ മൈദ പരത്തിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യുക, ചെറുതായിട്ടൊന്ന് മൈദ തൂവി കൊടുക്കുക, ഒരു ഭാഗം മടക്കി കൊടുക്കുക, വീണ്ടും അവിടെ ഓയിൽ സ്പ്രെഡ് ചെയ്യുക, മൈദ തൂവി കൊടുക്കുക. ഇനി ഇപ്പുറത്തെ ഭാഗത്തും അതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക, ഓയിൽ തേച്ച് കൊടുക്കുക, പൊടിയിട്ട് കൊടുക്കുക. അങ്ങനെ ഇനി 2 ഭാഗം കൂടി വീണ്ടും ഓരോ ഭാഗം മടക്കിയെടുക്കുക, അവിടെ ഓയിൽ തേച്ചെടുക്കുക, പൊടിയിട്ട് കൊടുക്കുക. അങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഓരോന്നും അങ്ങനെ ബോക്സ് ടൈപ്പിലാക്കിയിട്ട് മാറ്റി വെക്കുക. കൂടുതൽ ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതാണ് ഈ ഒരു പൊറോട്ട ഉണ്ടാക്കാൻ കുറച്ചൊരു പണിയെന്ന് പറയുന്നത്. അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതാ പെട്ടെന്ന് തന്നെ ഓരോന്നായിട്ട് ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. ഈ ഒരു പരത്തുന്ന സമയം മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ച് സമയമായിട്ട് ഇതായി വരും. പക്ഷേ തിന്നുന്ന സമയത്ത് വളരെ ടേസ്റ്റാണ്. പൊറോട്ടേനേക്കായി ഒന്നും കൂടി സോഫ്റ്റുമാണ്, ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ചിക്കൻ കറിയും നമ്മൾ പൊറോട്ടയൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ അത് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യാൻ കേട്ടോ. ഇതുപോലെ ബോക്സുകളാക്കി വെക്കുക. ഇനി നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് പരത്തിയിട്ട് ഇതുപോലെ നാക്കിയെടുക്കണം. അപ്പോൾ അത് ഞാൻ എൻ്റെ വീഡിയോയിൽ നിന്ന് കട്ടായി പോയിട്ടുണ്ട്, എഡിറ്റ് ചെയ്തപ്പോൾ സമയത്ത് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാൻ ചൂടാക്കിയിട്ട്
ഒരു ഭാഗം ചൂടായി വന്നപ്പോൾ അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ നല്ല പത്തിരിക്ക പൊള്ളക്കണ പോലെ നമ്മൾ പൊറോട്ട പൊള്ളച്ച് വരും. ഈ സമയത്ത് നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ഓയിലൊക്കെ എല്ലാ ഭാഗത്തും ഇതാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായി പൊള്ളച്ച് വരും. ലെയറോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി പൊറോട്ട തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതാണ് എല്ലാ ഭാഗത്തൊന്നും പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് പൊങ്ങി വരും കേട്ടോ. അപ്പം ഈ ഓയിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. ഇനി ഒരു അടിച്ചെടുക്കുക. നമ്മൾ പൊറോട്ട അടിച്ചെടുക്കുന്ന പോലെ ഇത് അടിച്ചെടുക്കുകയും വേണ്ട. വളരെ സോഫ്റ്റാണെന്ന് വെച്ചാൽ വളരെ സോഫ്റ്റാണ്. കയ്യിലെടുത്താൽ തന്നെ എങ്ങനെ വേണമെങ്കിലും മടക്കാനും ചുരുട്ടാനൊക്കെ പറ്റും. അടിച്ചെടുക്കേണ്ട പണിയോ വീശേണ്ട സമയം ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വളരെ സോഫ്റ്റായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്നത് കാണുന്നത് തന്നെ എനിക്ക് മനസ്സിലാവും വളരെ സോഫ്റ്റാണെന്ന്. ഇനി ഞാനിതൊന്ന് ലെയർ എടുത്ത് കാണിച്ചു തരാം. ഇതുപോലെ വളരെ നൈസായിട്ടുള്ള ലെയറോട് കൂടിയിട്ടുള്ള നമ്മുടെ ഈസി ആയിട്ടുള്ള പൊറോട്ടയാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സോഫ്റ്റും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നല്ല നാടൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി വിറകടുപ്പിൽ വെച്ചിട്ടുള്ള നല്ല ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ. വളരെ സോഫ്റ്റാണ്. കുട്ടികൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കില്ലല്ലോ. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പികളുമായിട്ടുള്ള വീഡിയോസ് ഞാൻ ഇനിയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തതൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.